ഒരു പെണ്ണിൻ്റെ കൂടെ ഒരാണ് കിടക്കണമെങ്കിൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം. ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചോ ആണോ കിടത്തണ്ടേ? ആണോടാ മാറി? ഗവൺമെന്റ് പുള്ളിയിലായിരുന്ന PG മനു എന്ന ഒരു വക്കീല് മൂപ്പര് ഇപ്പൊ ആത്മഹത്യ ചെയ്ത വാർത്തയെ പുറത്തു വരുന്നത്. സത്യത്തിൽ ആ ആത്മഹത്യ അനിവാര്യമായിരുന്നു, അയാൾ ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയാതിരിക്കാൻ വയ്യ. അതേക്കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാമെന്ന് കരുതാണ്. ഒരു വീട്ടമ്മ ഗതികേടാണ്. കാരണം ഭർത്താക്കന്മാരുടെ പേരിൽ കേസുണ്ടാവും, ചിലപ്പോൾ പിതാവിന്റെ പേരിൽ കേസുണ്ടാവും, മറ്റു പലരുടെയും പേരിൽ കേസുണ്ടാവും. അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ വന്നാൽ വക്കീലിനെ സമീപിക്കേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ളവരെ സമീപിക്കേണ്ടതൊക്കെ ഈ പാവ സ്ത്രീകളായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഇറങ്ങി ചെല്ലുമ്പോൾ എൻ്റെ കൂടെ കിടന്നാലേ അല്ലെങ്കിൽ എനിക്ക് വഴങ്ങി തന്നാലേ ഞാൻ കാര്യങ്ങൾ ചെയ്യൂ, അല്ലെങ്കിൽ ചെയ്തു തരാണെന്നുണ്ടെങ്കിൽ ഞാൻ വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ഞരമ്പ് രോഗികളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു മുൻ ഗവൺമെൻറ് പ്രീഡറായിരുന്ന PG മനു. അയാൾ തൂങ്ങി മരിച്ചിട്ടുള്ള വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതാണ് ഞാൻ അനിവാര്യമായിരുന്നു, അയാളത് അർഹിച്ചതാണ് എന്ന് പറഞ്ഞത്. അതിന് കാരണമുണ്ട്. ആ കാരണം നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. നീ പോയി എന്തെങ്കിലും കുറച്ച് അന്തസ്സുണ്ട്, നീ പോയി ആത്മഹത്യ ചെയ്യും. അന്തസ്സുണ്ടാവും, ആ മരണത്തിന് ഒരു അന്തസ്സുണ്ടാവും. നീ ആത്മഹത്യ ചെയ്യും പോയി, നിന്റെ മരണത്തിനൊരു അന്തസ്സുണ്ടാവും. നിനക്ക് ജീവിച്ചിരിക്കാൻ വല്ല അർഹതയുണ്ടോ? ഒക്കെ അതും ഞാൻ ചോദിക്കുക. ഞാൻ ഇവനോട് അന്ന് വിളിച്ചപ്പോഴും പറഞ്ഞു, ഒരു പെണ്ണിൻ്റെ കൂടെ ഒരാണ് കിടക്കണമെങ്കിൽ അവളുടെ മനസ്സ് കീഴ്പ്പെടുത്തി അവളുടെ മനസ്സോടെ കിടക്കണം. ബ്ലാക്ക് മെയിൽ ചെയ്തോ പേടിപ്പിച്ചോ ആണോ കിടത്തണ്ടേ? ആണോടാ മാറി? ബ്ലാക്ക് മെയിൽ ചെയ്തോ അവളുടെ അവസരം മുതലെടുത്തോ ബ്ലാക്ക് മെയിൽ ചെയ്താണോ അവളെ ഇത് ചെയ്യേണ്ടത്? അമ്മിട്ടാ ഇവൻ കക്കാട് ഒരു കുടുംബ ഇല്ലാണ്ടാക്കിയവനെ, ഇവന് ഇതല്ല ഇതിലപ്പുറവും വരുമെന്ന്. മറ്റെല്ലാത്തിനും നീ വീട്ടിൽ കൊണ്ടുപോയില്ലേ? ബലമായിട്ട് ഇവിടെ പീഡിപ്പിച്ചില്ലേ? പിന്നെയോ വിളിച്ചപ്പോ ഭീഷണിപ്പെടുത്തി ഭർത്താവിന്റെ കേസ് പറഞ്ഞ് പീഡിപ്പിച്ചല്ലേ കൊണ്ടുപോയത്? ഇവന്റെ ഏറ്റവും വലിയ കള്ളത്തരം, ഇവൻ നമ്പറിൽ വിളിക്കൂല. ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചു വിളിച്ചപ്പോഴും ഇവൻ നമ്പറിലല്ല വിളിക്കുന്നത്, വാട്സപ്പിലാണ്. മനസ്സിലായോ? വാട്സപ്പിലാണ് ഇവന്റെ ഫോൺ വിളിയും കാര്യങ്ങളും എല്ലാം. എന്ന് കഴിഞ്ഞാൽ അത് റെക്കോർഡാക്കാൻ പറ്റില്ല. ഒരു കുടുംബം കളിക്കട്ടെ. എൻ്റെ പിള്ളേർ എത്ര ദിവസമായി പട്ടിണി എന്നറിയോ? ഇവർക്ക് ഒരു ആഹാരം വെക്കാനോ ഇതോ? അവൾ എത്ര ദിവസമായിട്ട് ഒരു ഭക്ഷണം കഴിക്കണ്ടോ എന്ന് എനിക്കറിയോ? ഇന്നലെ ഈ രാത്രി 2 വിളി ഞങ്ങൾ കിടന്ന് 12-1 മണിയായി. ഈ വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട്, അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ആ യുവതിയുടെ ഭർത്താവാണ് സംസാരിക്കുന്നതെന്നാണ്. അയാൾ കുറച്ച് കാര്യബോധമുള്ള കാര്യഗൗരവമുള്ള ഒരു ഭർത്താവാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഭാര്യയ്ക്ക് ഭർത്താവിനോട് കാര്യങ്ങൾ തുറന്നു പറയാനും, സാധാരണഗതിയിൽ ആ ഭാര്യ പോയി ആത്മഹത്യയാണ് ചെയ്യാറ്. ഇവിടെ അത് ചെയ്യാതെ തനിക്ക് പറ്റിയിട്ടുള്ള ഒരു പ്രയാസം, പ്രതിസന്ധി ഭർത്താവിനോട് പറയുകയും ഭർത്താവിന് അത് മനസ്സിലാക്കുകയും ഇയാളെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അയാൾ പറയുന്ന എല്ലാത്തിനും മാപ്പ് എന്ന്. ഇതിൽ കോപ്പെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇങ്ങനെയുള്ളവർ ജീവിച്ചിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, ജീവിക്കേണ്ട ആവശ്യമില്ല. അതാണ് നിലപാട്. മനുഷ്യനായിട്ടൊന്നും കൂട്ടാൻ പറ്റില്ല. ഇതിനൊന്നും അബദ്ധം എന്ന് പറയാൻ പറ്റില്ല. ഇത് മനഃപൂർവ്വം ചെയ്തുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിൽ മനഃപൂർവ്വം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെയൊക്കെ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഈ നാടിന് ഒരു അപമാനമാണ്, പ്രയാസമാണ്. അതുകൊണ്ടാണ് നീ പോയി ചാവടാന്ന് പറഞ്ഞപ്പോൾ അയാൾക്ക് ചാകാൻ തോന്നിയത്. കാര്യം ഇനി ഇതുപോലെ മറ്റ് സാഹചര്യങ്ങൾ മറ്റു പലരും ഇവരുടെ മുന്നിൽ വന്നപ്പെടും. ഇതേ സാഹചര്യങ്ങൾ അവരുടെയൊക്കെ ഈ ഒരു യുവതിയെ ഈ രീതിയിൽ ഉപയോഗപ്പെടുത്തിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഇതിനുള്ളിൽ എത്ര എണ്ണത്തിന് ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്കറിയില്ല. ഇനി അവിടെ സ്റ്റാഫുകളുണ്ടോ മറ്റാരെങ്കിലും ഉണ്ടോ എന്നൊന്നും അറിയില്ല. ഏതായാലും ഈ ഒരു കേസാണ് പുറത്തു വന്നത്. അത് പുറത്തു വന്ന നിലയ്ക്ക് അയാൾ ജീവിതം അവസാനിപ്പിച്ചാൽ നല്ലത്. നാട്ടുകാർ മൊത്തം അറിഞ്ഞല്ലോ, എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അയാൾ മരിക്കുന്നത് തന്നെയാണ് നല്ലത്. പിന്നെ ഇനി കുറേ യുവതികൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് അയാൾക്കുള്ളത് കൊണ്ട് ഇത് പിടിക്കില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ധാരാളം എണ്ണത്തിനെ ചൂഷണം ചെയ്യാനുള്ള മറ്റൊരു അവസരമാണ് ഇല്ലാതെയായത്. അതായത് ഒരുപാട് പെൺകുട്ടികൾ രക്ഷപ്പെടുകയാണ് ചെയ്തത്. ചില മരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ അത് കഷ്ടമായിപ്പോയി എന്നൊക്കെ തോന്നും. പക്ഷെ ഇത് കഷ്ടമായി പോയെന്ന് തോന്നുന്നില്ല. ഒരു കുടുംബം നശിപ്പിച്ച് 2 കുട്ടികളുടെ കണ്ണീര് വെച്ച് ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും ക്രൂരമായി മനസ്സ് വിഷമിച്ച് അങ്ങേയറ്റം ഒരു ആശ്രയം ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ തന്നെ സമീപിക്കുന്ന ഒരു സ്ത്രീയെ ഇത്തരത്തിൽ ഉപയോഗിക്കാൻ മനസ്സ് വരുന്നവനെ എന്ത് പേരാ വിളിക്കേണ്ടത്? മനുഷ്യന്ന് വിളിക്കാൻ പറ്റും? മനുഷ്യന്ന് വിളിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവനൊക്കെ തീരുന്നതാണ് നല്ലത് എന്ന്. Different angles. Don't forget to subscribe and support this channel.